46 അടി നീളമുള്ള കുടലുണ്ട്. മറ്റൊന്നിനുമില്ലാത്ത വലിപ്പമുള്ള കണ്ണുകളുണ്ട്. മണലും ചരലുകളും കല്ലുകളും വിഴുങ്ങും, ദഹിപ്പിക്കും. ഒരു ജീവിക്കും ദഹിപ്പിക്കാൻ കഴിയാത്ത എന്തും ദഹിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, ജീവിക്കുന്നത് മരുഭൂമിയിലല്ലേ. ഒട്ടകപ്പക്ഷിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആവാസ വ്യവസ്ഥകളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ പ്രാധാന്യം നൽകുന്നത്. മൃഗങ്ങൾക്ക് അതല്ല. മനുഷ്യനും മൃഗവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസത്തിൽ മറ്റൊന്നുകൂടിയുണ്ട്. അറിവ് നേടാനുള്ള അദമ്യമായ ആഗ്രഹം മനുഷ്യനാണുള്ളത്. സ്വാഗതം. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അറിവിൻ്റെ ഈ ആരവത്തിൽ മത്സരാർത്ഥികളെ വിജയത്തിലേക്ക് ആനയിപ്പിക്കുന്ന ആദരണീയനായ ശ്രീ വി കെ ശ്രീരാമൻ ആൻഡ് വെറൈറ്റി ഗൈഡ് ശില്പ. പോയ ദിവസം അശ്വമേധത്തിന്റെ അധ്യായം പിന്നിട്ടപ്പോൾ യാഗത്തിന്റെ 3 റൗണ്ടുകളും വിജയകരമായി പൂർത്തിയാക്കി. യജ്ഞത്തിന്റെ ആദ്യ റൗണ്ടും വിജയകരമായി പൂർത്തിയാക്കി. 50,000 രൂപയുടെ സമ്മാനം കരസ്ഥമാക്കി. യജ്ഞത്തിന്റെ അവസാന റൗണ്ടായ 1 ലക്ഷം രൂപയുടെ മത്സരത്തിന്റെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു അജയ് ഘോഷ്. നന്നായി പാട്ടുപാടുന്ന, നന്നായി ചിന്തിക്കുന്ന അജയ് ഘോഷ് എന്ന മത്സരാർത്ഥിയുമൊത്ത് ഇന്ന് നമുക്ക് ആരംഭിക്കാം അശ്വമേധത്തിന്റെ അറിവിന്റെ വിളംബര ഘോഷയാത്ര. അജയ് ഘോഷ് അജയ്യനായി തന്നെ തുടരുമോ, അതോ കാലത്തിന്റെ ലീലയിൽ അടിവതറി വീഴുമോ? നമുക്ക് സ്വാഗതം ചെയ്യാം അജയ് ഘോഷ്. പ്ലീസ് വാക്ക് ഇൻ. ഗുഡ് ഈവനിങ് അജയ് ഘോഷ്. ഇന്നലെ മനോഹരമായ ഒരു പോരാട്ടമായിരുന്നു അജയ് ഘോഷ്. തീർച്ചയായിട്ടും 4 റൗണ്ടുകൾ വിജയിച്ചു. 1 ലക്ഷം രൂപയുടെ 5ാം റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് 50,000 രൂപ മാത്രമല്ല താങ്കൾ വിജയിച്ചത്, ഒപ്പം മിർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് നൽകുന്ന 2 പേർക്ക് ഒരു ദിവസത്തെ താമസത്തിന്റെ സൗകര്യം കൂടി താങ്കൾ നേടിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ വിജയാശംസകൾ നേരുന്നു. അജയ്യനായി യാത്ര തുടരുക. ഇക്കുറി താങ്കൾ വിചാരിക്കേണ്ടത് ഒരു സ്ഥലമാണ്. ഓൾ ദ ബെസ്റ്റ്. അജയ് ഘോഷ് ഉജ്ജ്വലമായ ഒരു പ്രകടനത്തിന് ശേഷം യജ്ഞത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ടെൻഷനുണ്ടോ? ഇല്ല. ഇല്ല. ഇരിക്കും. അജയ് ഘോഷ് വിചാരിച്ച സ്ഥലം അപ്രോഡ്. You are ready to help him? Yes, sure. അജയ് ഘോഷ് ആദ്യ റൗണ്ടിൽ റഹീം സ്റ്റേർലിങ്ങിനെ മനസ്സിലോർമ്മിച്ചു. 2ാം റൗണ്ടിൽ റോബിൻ ശർമ്മയെ മനസ്സിലോർമ്മിച്ചു. 3ാം റൗണ്ടിൽ രാജ്ദീപ് സർദേശായിയെ മനസ്സിലോർമ്മിച്ചു. 4ാം റൗണ്ടിൽ ബുദ്ധ സ്മൈലിംഗ് മനസ്സിലോർമ്മിച്ചു. 5ാം റൗണ്ടിൽ ഒരു സ്ഥലം. 4 റൗണ്ടിലും എന്നെ പരാജയപ്പെടുത്തി 5ാം റൗണ്ടിൽ അജയ് ഘോഷ് എത്തി നിൽക്കുന്നു. വാട്ട് ഡു യു ഫീൽ നൗ? അല്ല, ഇതൊരിക്കലും പരാജയപ്പെടുത്തലല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചിന്ത പോകുന്ന രീതികളാണ് നമ്മളിലേക്ക് എന്താ പറയുക ഒരു എൻഡ് പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഇന്നലെയല്ല, അത് ഇന്നായിരുന്നു ഈ സംഭവങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമായിരുന്നു. ദിവസങ്ങളുടെ അല്ലെങ്കിൽ ചിന്ത സഞ്ചരിക്കുന്ന രീതിയുടെ വ്യത്യാസമാണെന്ന് ഞാൻ കാണുന്നുള്ളൂ. മാത്രമല്ല ഇതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ജയിച്ചു എന്നുള്ളത് ഞാൻ ഒരു രീതിയിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. എന്താണ് പറയുക, ഒരുപാട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ജയം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അജയ് ഘോഷ് കവിത എഴുതുന്ന ആളാണ്. അജയ് ഘോഷ് വായിക്കുന്ന ആളാണ്. പവിത്രൻ ദീക്കൂനിയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അജയ് ഘോഷ് ഒരു IT ഗൈ ആണ്. അതോടൊപ്പം ഒരു ടെക്കിയാണ്. IT അല്ല, ടെക്കിയാണ്. നല്ലൊരു സിംഗറുമാണ്. ഈ മത്സരത്തിന്റെ ചൂടിന്, പിരിമുറുക്കത്തിന് ഒരു അയവ് വരുത്താൻ ഒരു പാട്ട് പകരിക്കും. മലകളെ മലകളെ ഇത് എന കനവാ, മലകളെ മലകളെ ഇത് എന നിனைவா, ഉരുകിയതേ எனதுள்ளம்
പെരുകിയതേ വിഴിവെള്ളം വിണ്ണോടും നീതാ മണ്ണോടും നീതാ കണ്ണോടും നീതാ വാ മലർകളെ മലർകളെ ഇത് എന കനവാ മലകളെ മലകളെ ഇത് എന നിனைவா. സോ പോയ ദിവസം രേഖയായിരുന്നു ജൂറി. ശ്രീ വി കെ ശ്രീരാമൻ ഇന്നാണ് അജയ് ഘോഷിനെ കാണുന്നതല്ലേ? അതെ ഞാൻ കേട്ടു. അജയ് ഘോഷിന്റെ അതുല്യവും അജയ്യവുമായ യാത്രയുടെ 5ാം ഘട്ടം യജ്ഞം. അജയ് ഘോഷ് വിചാരിച്ച സ്ഥലം എ കോണ്ടിനെന്റ്സിൽ, എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഭൂഖണ്ഡങ്ങളിൽ ഒന്നിലാണോ? അതെ. ഏഷ്യയിലാണോ? അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്സിലാണോ? അതെ. അതെ. USA? അതെ. അതൊരു നഗരമാണോ? അല്ല. ഒരു സ്റ്റേറ്റ് ആണോ? അല്ല. നല്ല രീതിയിൽ അല്ലാത്ത ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ സ്ഥലത്തിന് പ്രസക്തിയുണ്ടോ? ഇല്ല. ഇല്ല. അവിടെ ഒരു ഡൗട്ടുണ്ട്. ജൂറിക്ക് അതിൽ അംഗീകരിക്കാൻ, ആ ഉത്തരത്തിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല, നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും പ്രശസ്ത വ്യക്തിയുടെ ജനന സ്ഥലമാണോ അത്? അല്ല. ഏതെങ്കിലും പ്രശസ്ത വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശസ്തിയുള്ള സ്ഥലമാണോ? അല്ല. ഇല്ല. ആ സ്ഥലത്തിന്റെ പ്രസക്തി രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണോ? അല്ല. കായികപരമായ കാരണങ്ങളാലാണോ? അല്ല. വ്യാവസായികപരമായ കാരണങ്ങളാലാണോ? അല്ല. കലാപരമായ കാരണങ്ങളാലാണോ? അല്ല. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാലാണോ? അല്ല. വിദ്യാഭ്യാസപരമായ കാരണങ്ങളാലാണോ? അല്ല. അല്ല. ഒരു വവലിൽ ആരംഭിക്കുന്ന സ്ഥലമാണോ അത്? അതെ. അതെ. ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ലണ്ടൻ ബ്രിഡ്ജ് ഇപ്പോൾ അവിടെയാണോ? അല്ല. 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 അതൊരു നഗരമല്ല, അതൊരു സ്റ്റേറ്റുമല്ല, അത് USA തന്നെയാണുള്ളത്. ഐയിലാണോ ആ സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത്? അല്ല. അല്ല. മതപരമോ ആത്മീയമോ ആയ കാര്യങ്ങളാൽ ആ സ്ഥലം പ്രശസ്തമാണോ? അല്ല. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആവശ്യപ്പെടുന്ന സ്ഥലമാണോ അത്? അല്ല. സ്പേസ് സയൻസുമായി ബന്ധപ്പെട്ട സ്ഥലമാണോ അത്? അല്ല. അങ്ങനെ വേണം ഗണിക്കേണ്ടി വരും. ഇൻക്ലൂഡഡ് സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി അവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അത് നെഗറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ലൈഫ് ലൈൻ. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ പലപ്പോഴും ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണോ അത്? അതെ. ഒരു പാട്ട് പാടും. நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நினவில் வெற்றத்தரள நீர் வழிக கொற்ற பொய்கையாடியவள் நீயா. റഹീം സ്റ്റെർലിംഗ്, റോബിൻ ശർമ്മ, രാജ്ദീപ് സർദേശായി, 3 മനുഷ്യരെ അജയ് ഘോഷിന്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ഥലം ഇന്നെനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ?
കഴിയുമായിരിക്കണം. കഴിയും. കഴിയുമായിരിക്കണം. ഈ മത്സരത്തിൽ അജയ് ഘോഷ് ജയിച്ചാൽ അജയ് ഘോഷ് മത്സരം ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യുമോ, അതോ മുന്നോട്ട് വ്യക്തികളെ വിചാരിക്കുന്ന അന്തിമഘട്ടത്തിലേക്ക് പോകുമോ? അന്തിമഘട്ടത്തിലേക്ക് പോകും. എങ്കിൽ എനിക്കിഷ്ടം നാസയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനല്ല. എനിക്കിഷ്ടം അജയ് ഘോഷിൻ്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞ ദിവസം 3 മനുഷ്യരെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിന് ഒന്ന് പകരം വീട്ടാനുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പരാജയം സമ്മതിക്കും. പറയൂ. ഏരിയ 51. ഏരിയ 51. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് വൺ ₹1 lakh ഫ്രം മെർ റിയൽറ്റേഴ്സ്. ഏരിയ 51 യുണൈറ്റഡ് സ്റ്റേറ്റ് എയർഫോഴ്സിന്റെ രഹസ്യ പരിശീലന കേന്ദ്രമായാണ് ഏരിയ 51 അറിയപ്പെടുന്നത്. ഹോമി എയർപോർട്ട്, ഗ്രൂം ലേക്ക് എന്നിവയാണ് CIA ഏരിയ 51 നൽകിയ വിവിധ നാമങ്ങൾ. പ്രശസ്തമായ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷമാണ് ഈ രഹസ്യ കേന്ദ്രം ആരംഭിച്ചത്. ഈ കേന്ദ്രത്തിന്റെ പ്രധാന ഉദ്ദേശം ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പഴയകാല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏരിയ 51 ഒരു വ്യോമ സാങ്കേതിക കേന്ദ്രവും ആയുധ പരിശീലന കേന്ദ്രമായും അറിയപ്പെടുന്നു. ഏരിയ 51 നമുക്കൊരു സ്ഥലമായി പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റുമോ? ആണ്. അതിന്റെ പ്രസക്തി എത്രത്തോളം വലുതാണ്, സ്ഥലമല്ലെങ്കിൽ പോലും. അത് നമ്മളെ ഈ കേരളത്തിലൊക്കെ കക്കയം ക്യാമ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലമാണ് അത്. ആണെങ്കിൽ പോലും അന്തർദേശീയ തലത്തിൽ, സാർവദേശീയ തലത്തിൽ, ശാസ്ത്രത്തിന്റെ തലത്തിൽ വളരെയധികം പ്രസക്തിയില്ലേ? പ്രസക്തിയുണ്ട്. മാത്രമല്ല വളരെ ദുരൂഹതകളും നിഗൂഢതകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത്. ഒട്ടും അങ്ങനെ ഒരു സുതാര്യമല്ല. അപ്പോൾ പല ലോകരാഷ്ട്രങ്ങളും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് പല ആപത്തുകളും ഉണ്ടാവണമെന്നറിയാം. എന്നാൽ എന്താണെന്നുള്ളത് ആരും സമ്മതിക്കുന്നില്ല. അതുപോലെ വിയറ്റ്നാം വാറിലൊക്കെ ഒരുപാട് ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു നിഗൂഢ സ്ഥലമാണത്. അവിടെ നിന്നാണ് പലതരത്തിലുള്ള പീഡനങ്ങളുടെയും ടോർച്ചറുകളുടെയും അല്ലെങ്കിൽ നാശങ്ങളുടെയും ഒക്കെ സാധനം ഉണ്ടാവുന്നെന്ന് പറയുമ്പോഴും അത് സമ്മതിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടും ശ്രദ്ധാകേന്ദ്രമാണ്. അതേസമയം തന്നെ അത് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ലോകത്തിന്റെ മുമ്പിൽ അറിയില്ല. അങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അജയ് ഘോഷ്, രാജസൂയത്തിലേക്ക് കിടക്കാം. രാജസൂയത്തിൽ അജയ് ഘോഷ് വിചാരിക്കേണ്ടത് വ്യക്തികളെ തന്നെയാണ്. അതിൽ ബൗളില്ല. ലോകത്തിലെ 3 വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളെ, ഒന്നൊരു മലയാളി, ഒന്നൊരു ഭാരതീയൻ, ഒന്നൊരു വിദേശി, 3ഉം അപ്രൂവബിൾ ആയിരിക്കണം ഓരോ തവണയും. ദാറ്റ് മീൻസ് യുവർ ടാർഗറ്റ് വിൽ ബി ഗോയിങ് ടു 9. ഇപ്പോൾ പിൻവാങ്ങുകയാണെങ്കിൽ യു വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു 25,000 1 week. ഇനി അങ്ങോട്ട് പോവുകയാണ് 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെയുള്ള മേഖല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. രാജസൂയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ ആദ്യത്തെ ചോദ്യം: ഒരു ലീച്ചിന് എത്ര പല്ലുകളുണ്ട്? ഒരു കുളയട്ടയുടെ പല്ലുകളുടെ എണ്ണം എത്ര? താരതമ്യേന സേഫാണ് ഈ ആദ്യത്തെ റൗണ്ട്. കാരണം ആദ്യത്തെ റൗണ്ടിൽ, ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ അജയ് ഘോഷ് ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ അജയ് ഘോഷിന് കിട്ടുമായിരുന്നത് 25,000 രൂപയാണ്. എന്നാൽ ഈ 2 ലക്ഷം രൂപയുടെ മത്സരത്തിൽ അജയ് ഘോഷ് പരാജയപ്പെട്ടാലും അജയ് ഘോഷിന് ആ 25,000 രൂപ അഷ്വേർഡാണ്. ജയിച്ചാൽ 5 ലക്ഷം രൂപയുടെ റൗണ്ടിലേക്ക് പോകും. അതിൽ പരാജയപ്പെട്ടാൽ 50,000 രൂപയാണ് കിട്ടുക. അവിടെ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ അജയ് ഘോഷിന് 1 ലക്ഷം രൂപ കിട്ടും. മുന്നോട്ട് പോകുന്നത് 1 മില്യണിലേക്കാണ്. പക്ഷെ അവിടെ പരാജയപ്പെട്ടാൽ അജയ് ഘോഷിന്റെ പ്രൈസ് മണി താഴേക്ക്. അറിയാമല്ലോ എത്രയിലേക്കാണ് വരുന്നതെന്ന് അറിയില്ല. എങ്കിലും എത്രയിലേക്കാണ് വരുന്നതെന്ന് അറിയില്ല. It will come down to 50. It doesn't matter because I'm not going to quit. All the best അജയ് ഘോഷ്. സോ നമുക്ക് ആരംഭിക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു മലയാളം പാട്ട് കേൾക്കണം, എന്നിട്ട് ഞാൻ രാജസൂയം എന്ന് പറയും. ഹൃദയസഖീ സ്നേഹമയീ ആത്മസഖീ അനുരാഗമയീ എന്തിനു നിന്നും വരമിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയസഖീ ആ.
അപ്പോൾ ഇനി ഞാൻ പറയാമല്ലേ, അജയ് ഘോഷിന്റെ വിജയം അരികിൽ രാജസൂയം. അജയ് ഘോഷ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഏഷ്യൻ? അതെ. ഇന്ത്യൻ? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, ഇതിലേതെങ്കിലും ഒന്നു തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രധാനമായ പ്രശസ്തിക്ക് കാരണം? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്, ഉദ്യോഗം, ബിസിനസ്, ഇതിലൊന്നു തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തിക്ക് കാരണം? അതെ. സ്പോർട്സ്? അതെ. ക്വസ്റ്റ്യൻ നമ്പർ 8. സൗത്ത് ഇന്ത്യൻ? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. സൗത്ത് ഇന്ത്യയാണ്. സൗത്ത് ഇന്ത്യ. സോ നമ്പർ 8 റിപ്പീറ്റ്. തമിഴ്നാട്? അല്ല. അല്ല. 9 കർണാടക? അല്ല. മലയാളി? അല്ല. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി? അതെ. വലിയ പന്ത്? അല്ല. ക്രിക്കറ്റ്? അതെ. ബാറ്റിംഗ് ആണോ പ്രധാന പ്രശസ്തി? അല്ല. മീഡിയം പേസോ, സ്പിന്നോ, ബൗളിങ്ങോ, വിക്കറ്റ് കീപ്പിംഗോ ആണോ? അല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം H എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. കളിയേക്കാൾ കൂടുതൽ കലയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ബൈ എ വ്യൂ പോയിന്റ് താങ്കൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആർട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ? കലയായിട്ട് പറയാം. കലയായിട്ട് പറയാം, പക്ഷെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവും. Any part of his name starts with B? യെസ്. റഹിം സ്റ്റെർലിംഗ് വഴുതിപ്പോയി. റോബിൻ ശർമ്മ പാഴായിപ്പോയി. രാജ്ദീപ് സർദേശായി ഉറങ്ങിപ്പോയി. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ക്യാൻ മിസ് ഹർഷ ബോഗ്ലെ. Is it ഹർഷ ബോഗ്ലെ? യെസ് യെസ്. Well played. But I'm not going to spare you. ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹർഷ ബോഗ്ലെ 1961 ജൂലൈ 19 ഹൈദരാബാദിൽ ജനിച്ച ഹർഷ ബോഗ്ലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ക്രിക്കറ്റ് കമന്റേറ്ററും ജേർണലിസ്റ്റുമാണ്. തന്റെ 19ാമത്തെ വയസ്സിൽ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയാണ് ഹർഷ ബോഗ്ലെ തന്റെ കരിയർ ആരംഭിക്കുന്നത്. ഹൈദരാബാദ് പബ്ലിക് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപരിപഠനം നടത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സേവനം ചെയ്യാനായി ക്ഷണിച്ച ആദ്യ ഇന്ത്യൻ കമന്റേറ്ററും ഇദ്ദേഹമായിരുന്നു. എനിക്ക് വേണ്ടി ഉയിരേ ഉയിരേ എന്ന പാട്ട്. ഉയിരേ ഉയിരേ வந்து என்னோடு கலந்து வீடு உறவே உறவே வந்து என்னோடு கலந்து வீடு நீலைவே நீலைவே வந்து என்னோடு கலந்து விடு காதல் இருந்தா வந்து என்னோடு கலந்து விடு காலம் தடுத்தா வந்து என்னோடு கலந்து விடு வந்து என்னோடு கலந்து விடு நீலைவே நீலைவே வந்து என்னோடு கலந்து விடு. Well done.
വളരെ കാൽപ്പനികവും ആർദ്രവുമായ ഒരു മനസ്സുണ്ട്. നമ്മുടെ ഈ യാന്ത്രിക കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന മനസ്സാണ്. ഇത് കെടാതെ സൂക്ഷിക്കുക, ഈ ഹൃദയത്തിൻ്റെ കൈത്തിരി, ഈ നെഞ്ചിടിപ്പുകളുടെ ആർദ്രത. ഓക്കെ, ശ്രീ വി കെ ശ്രീരാമൻ, താങ്കൾക്ക് ഈ മിടുക്കനോട് എന്താ പറയാനുള്ളത്? എനിക്കിത് ആളെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനാണ് തോന്നിയത്. വളരെ അങ്ങനെ ഒരു കാരിക്കേച്ചർ ചെയ്യാൻ പറ്റിയ ഒരു മുഖമാണ്. വരച്ചോ? വരച്ചിട്ടുണ്ട്. താങ്കളുടെ കൈ കൊണ്ട് തന്നെ അത് കൊടുത്താൽ നന്നാ. അല്ല, അതിനേക്കാൾ വളരെ ഈ കാരിക്കേച്ചറിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള, സഹൃദയനായിട്ടുള്ള, അതിലപ്പുറം മലപ്പുറത്തുകാരനാണ് അല്ലേ? സന്തോഷം. കുതിരയെ മുറിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് അജയ് ഘോഷ് യാത്ര ചെയ്യുകയാണ്. അതാണ് കാരിക്കേച്ചർ. ഇതാ ഒപ്പം ഇത് മറക്കാതെ സൂക്ഷിക്കാൻ ഒരു. ആൻഡ് യു ഹാവ് വൺ rupees 25,000 ഫ്രം മിർ റിയൽട്ടേഴ്സ്. ഒപ്പം മിർ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസിൽ 2 പേർക്ക് ഒരു ദിവസത്തെ സൗജന്യ താമസം. അജയ് ഘോഷ്, you played very well.